കർത്താവ് നമുക്ക് തന്നിട്ടുള്ള രക്ഷ അത് നഷ്ടപ്പെടുമോ ഇല്ലേ? ഇല്ല, നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടില്ല. നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ ഈ രക്ഷയെ കാണിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാന്ന് പറയാമോ? രക്ഷയെ പിക്ചറൈസ് ചെയ്യുന്ന ഒരു കാര്യം. നോയുടെ കാലത്ത് വെള്ളപ്പൊക്കത്താൽ, ന്യായവിധി നിമിത്തം വന്ന് വെള്ളപ്പൊക്കത്താൽ സകലവും ലോകം മുഴുവൻ നശിച്ചു പോകുന്ന സമയത്ത് രക്ഷപ്പെട്ടത് എത്ര പേരാ? നോഹയെ കുറിച്ച് അവിടെ നമ്മൾ കാണുന്നത് അവന് കൃപ ലഭിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. കൃപ ലഭിച്ചു. അപ്പൊ ദൈവം കൃപ ചെയ്തിട്ടാണ് ഈ പദ്ധതികൾ അവന് പറഞ്ഞു കൊടുത്തത്, അല്ലെ? പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു, എന്നിട്ട് അതിന് കീല് തേക്കണം എന്ന് പറഞ്ഞു. എവിടൊക്കെ? അകത്തും പുറത്തും കീല് തേക്കണമായിരുന്നു. ഇത് തേച്ചില്ലായിരുന്നെങ്കിൽ എത്ര നല്ല പെട്ടകമാണെങ്കിലും എന്ത് സംഭവിച്ചേനെ? വെള്ളം വരുമ്പോ അത് മുങ്ങിപ്പോവുകയാണ്. എന്നാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ചത് അപ്പൊ എന്താണ്? ഈ കീലാണ്, അല്ലെ? അതിന് ശരിക്കും ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കപ്പ എന്നുള്ള വാക്കാണ്. KAPAR, കപ്പ എന്ന വാക്കാണ്. എന്നാൽ ഇത് 70 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ വാക്ക്. ആ സ്ഥലങ്ങളിലെല്ലാം അതിന്റെ അർത്ഥം അറ്റോൺമെന്റ് എന്നാണ്. അപ്പൊ ഈ കീലാണ് ഇവരെ രക്ഷിച്ചത്, അല്ലെ? അറ്റോൺമെന്റ് ആണ് നമ്മളെ രക്ഷിച്ചത്. 70 പ്രാവശ്യമാണ് അത് പറഞ്ഞേക്കുന്നത് വചനത്തിൽ. അപ്പൊ ഇത് കർത്താവ് ഒരുക്കിയതായിട്ടുള്ള പദ്ധതിയെ കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ അകത്ത് നോഹ കേറി കഴിഞ്ഞപ്പോ ആരാ വാതിലടച്ചേ? ദൈവമാണ് വാതിലടച്ചേ. അപ്പൊ നോഹ വിചാരിച്ചാൽ ഇനി പുറത്തേക്ക് പോകാൻ നോഹയെ നോഹയുടെ രക്ഷയ്ക്ക് വേണ്ടി നോഹ തന്നെ ഈ പെട്ടകത്തിന്റെ പുറത്തൊന്നും ഞാൻ കിടക്കൊന്നുമല്ലായിരുന്നു, അല്ലേ? അല്ല, ഹി വാസ് ഇൻസൈഡ്. അതിന്റെ പെട്ടകത്തിന്റെ ഉള്ളിലായിരുന്നു ഈ നോഹയും കുടുംബവും കഴിഞ്ഞിരുന്നത്. അവിടെ നിന്ന് അവര് വീണാലും എവിടെ ഇരിക്കും? പെട്ടകത്തിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നമ്മുടെ രക്ഷയും. എഫെസ്യ ലേഖനം 1:13-14 വാക്യങ്ങൾ വായിക്കാം. എഫെസ്യർ 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമുക്കും ഇപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു മുദ്ര കിട്ടിയിരിക്കുന്നുണ്ട്. ആ മുദ്ര എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇത് പറയുന്നത് ഒരു അച്ചാരം മാത്രമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ അഡ്വാൻസ്. ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ചെറിയൊരു അഡ്വാൻസ് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പോ അനുഭവിക്കുന്നതായിട്ടുള്ള ദൈവ ആത്മാവിന്റെ കാര്യങ്ങളെല്ലാം ഒരു ചെറിയ അഡ്വാൻസ്
അഡ്വാൻസ് മാത്രമാണ്, ശരിക്കുള്ളത് ഇനി വരുന്നു. Praise the Lord. Hallelujah. നമ്മുടെ അവകാശം ഇനിയുള്ളത് എന്താണ്? അവകാശമാണ്. അത് നമുക്ക് ഇനി അവിടെ കർത്താവ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. യോഹന്നാൻ 5:24. യോഹന്നാൻ 5:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ഉണ്ട്. അതാണ് നമ്മുടെ അവകാശം. വായിക്കാൻ ബാക്കിയും കൂടെ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. നമുക്ക് ഇപ്പൊ തന്നെ ലഭിച്ചിരിക്കുന്നത് എന്താണ്? നിത്യജീവനാണ്. അതിനി മരണശേഷം ലഭിക്കുവാനുള്ളതല്ല, ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഇപ്പോൾ തന്നെ ജീവങ്കിലേക്ക്, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകും അല്ലേ? ആണോ? നിത്യജീവൻ ഉണ്ട്. ഇപ്പൊ തന്നെ നിത്യജീവനാണ് നമുക്ക് ഉള്ളത്. Praise the Lord. Hallelujah. ഈ നിത്യജീവൻ ഇനി അനുഭവിക്കാനുള്ളതല്ല, ഇപ്പൊ തന്നെ നമുക്ക് ലഭിച്ച ഒന്നാണ്. ഇത് എങ്ങനെയാണ് നിത്യജീവൻ? എന്താണ് ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ? വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് എന്താ നിത്യജീവൻ എന്ന്. എന്നെ അയച്ചവനെയും അവന്റെ വചനത്തെയും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവ് അയച്ചവനെ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. അവനുമായിട്ടുള്ള ബന്ധമാണ് നിത്യജീവൻ. അപ്പൊ കർത്താവ് യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നിത്യജീവനിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? We are coming into a communion with the Lord. ദൈവവുമായിട്ടുള്ള സഖിത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. അത് വെറും ഒരു എന്താ പറയാ, പാപം നീങ്ങി പോകണം അതല്ല. പാപം നീങ്ങി പോകണം ശരിയെന്നെ, പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് പാപം നീങ്ങേണ്ടത്? ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പാപം നീങ്ങേണ്ടത് ആവശ്യമായി വന്നത്. അപ്പൊ കർത്താവ് വന്നത് എന്തിനാ? പാപം നീക്കാനാണോ? അതിനുവേണ്ടി മാത്രമാണോ? അല്ല. എന്താ അവന് ശരിക്കും വന്നത് എന്തിനാണ്? പിതാവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അല്ലാതെ പാപം നീങ്ങുക എന്നുള്ളതല്ല. പക്ഷെ അത് പാപം ഒരു തടസ്സമായതുകൊണ്ട് അതിനെ നീക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണ് ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവമായിട്ടുള്ള കൂട്ടായ്മ, ഒന്നായി ചേരാൻ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് അവൻ ഈ പാടുകളെല്ലാം ഏറ്റത്. യോഹന്നാൻ 11:25-26 വായിക്കാം. 11:25-26. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പിന്നെ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. Praise the Lord. ഒരു നാളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അറ്റുപോകുകയില്ല. എന്ത് ചെയ്താൽ? ജീവിച്ചിരിക്കുമ്പോൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ. This is the promise of God. Hallelujah. അവനുമായിട്ടുള്ള നിത്യമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ ഈ ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ബന്ധം എങ്ങനെയുള്ളതായിരുന്നു? നിത്യജീവനായിരുന്നു. അവർക്ക് നിത്യജീവൻ ഇല്ലായിരുന്നു. ആദാമിനും ഹവ്വയ്ക്കും നിത്യജീവൻ ഇല്ലായിരുന്നു. എന്താ കാര്യം?
അവര് അനുസരണക്കേട് കാണിച്ചപ്പോ എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. ദൈവമായിട്ടുള്ള ബന്ധം മാറിപ്പോയി. എന്താ അതിന്റെ കാരണം? എന്താ? അവർക്ക് നിത്യജീവനിലായിരുന്നു. അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിന് ആധാരം അവരുടെ അനുസരണമായിരുന്നു. അവരനുസരണക്കേട് കാണിച്ചപ്പോ അവര് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോകേണ്ടതായിരുന്നു. എന്നാൽ നമുക്ക് എന്നുള്ള ബന്ധം അങ്ങനത്തെ ബന്ധമല്ല. നമുക്ക് നിത്യജീവനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുസരണം നോക്കിയിട്ടല്ല ഈ ബന്ധം കിടക്കുന്നത്. യേശുവിന്റെ അനുസരണം നോക്കിയിട്ടാണ് ഈ ബന്ധം കിടക്കുന്നത്. അതുകൊണ്ടാണ് അത് നിത്യജീവനായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദാമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ബന്ധത്തെക്കാൾ മേന്മയേറിയ ബന്ധമാണ് ഇപ്പൊ നമുക്കുള്ളത്. ഹല്ലേലൂയ. അതിന്റെ ആ ബന്ധത്തിന്റെ ഒരു അച്ചാരം മാത്രം, ഒരു ചെറിയ അളവില് മാത്രമേ, അളവല്ല, എന്താ പറയാ, ഒരു ചെറിയ ഫോർടേസ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നിത്യകാലം അവനോടുകൂടെ വാഴാൻ. ഇപ്പൊ തന്നെ ഇത്ര മധുരമാണെങ്കിൽ, ഇപ്പൊ തന്നെ ഇത്രയും മാറ്റങ്ങൾ അവൻ തരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ജീവിതം എന്തായിരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ഒക്കെ പറയുന്നത്, ഇപ്പോഴത്തെ അല്ല പൗലോസ് പറയുന്നത്, ഇപ്പോഴത്തെ കഷ്ടം അല്പകാലത്തേക്കുള്ള, എന്നാൽ വരാനുള്ളത് നമുക്ക് വെച്ചിരിക്കുന്ന നന്മകളെല്ലാം ഹല്ലേലൂയ, അതിന്റെ നിത്യകരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഭാഷയിൽ പറയുമ്പോൾ നിത്യ തേജസ്, തേജസ്സിനെ കുറിച്ചാണ് പത്രോസിന് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് വെച്ചിരിക്കുന്നത് ഇതാണ്, നിത്യജീവൻ. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കത് കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതൊരു വലിയ കാര്യമാണ് അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, പല ആളുകളും ഞാൻ തന്നെ എന്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. എന്റെയും ചിന്താഗതി അങ്ങനെ തന്നെയായിരുന്നു. അവസാനത്തോളം നിലനിൽക്കാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൊരു സാക്ഷ്യത്വത്തിന്റെ അവസാനം ഇങ്ങനെയാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഞാൻ അവസാനത്തോളം നിലനിൽക്കണം. ആരാ നിലനിർത്തുന്നത്? ദൈവമാണ് നിലനിർത്തുന്നത്. യേശുവിന്റെ ജീവിത കാരണമാണ് നമുക്ക് ഈ ബന്ധം കിട്ടിയിരിക്കുന്നത്. അതൊന്നും അങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിലനിന്നുകൊണ്ടേ ഇരിക്കാന്ന് വിശ്വസിച്ചാൽ മതി. ഈ പേടിയിൽ നിന്നൊന്ന് മാറിയാൽ മതി, ഈ സംശയത്തിൽ നിന്ന് മാറിയാൽ മതി. ഈ ഹോട്ട് എയർ ബലൂണില് അത് വിടാനായിട്ട് കുറെ പേര് അതിന്റെ ചരടൊക്കെ വലിച്ചു കെട്ടി ഇതങ്ങ് ഗ്യാസ് അങ്ങ് തുറന്നു വിട്ടു, ഫ്ലെയിം ഒക്കെ വിട്ടു. അപ്പൊ ഇത് പെട്ടെന്ന് ഇവര് വിചാരിക്കുന്നതിന് മുമ്പ് ഈ ആങ്കർ ചെയ്തിരുന്ന കയറെല്ലാം വലിച്ചും കൊണ്ട് ഇതങ്ങ് പൊങ്ങിപ്പോയി. അപ്പൊ ഇതിന്റെ അകത്ത് ആളുകൾ കയറിയിട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇതിന്റെ കൂടെ കുറെ പേര് ഈ കയറ് വലിച്ചിട്ട് ഇതിനെ താഴ്ത്തി നിർത്താനായിട്ട് അതങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറി. പക്ഷെ എന്ത് സംഭവിച്ചു? ഇതങ്ങനെ പൊങ്ങിപ്പോയി. അപ്പൊ ഇവര് കയറമേലിങ്ങനെ തൂങ്ങിക്കിടക്കുക. അപ്പൊ ബലമില്ലാത്തവരൊക്കെ ആദ്യം താഴെ വീണു. പക്ഷെ നല്ല ബലവാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ പിടിച്ചു തൂങ്ങിക്കിടന്നു അല്ലേ? എന്നിട്ട് കുറെ ദൂരം പൊങ്ങിക്കഴിഞ്ഞപ്പോ രക്ഷയില്ല. കാരണം എന്താ? അവരുടെ ബലത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കിയതാണ്. അപ്പൊ അവരുടെ വീഴ്ച ഏറ്റവും വലുത്. എന്നാൽ ഒരാള് മാത്രം വീണില്ല. ഇയാൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇതേലെ അല്ല ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ ആളുകൾക്കൊക്കെ ഭയങ്കര അതിശയം. അയ്യോ, ഇയാളിപ്പോ വീഴുന്നോർത്ത് നോക്കിയിരിക്കായിരുന്നു. പക്ഷെ ഇയാള് മാത്രം വീണില്ല. അവസാനം ഇവര് ഒരു കണക്കിന് ഈ ബലൂണൊക്കെ താഴെ ഇറക്കി ഒക്കെ നോക്കിയപ്പോ ഇയാളുടെ അടുത്ത് ചോദിച്ചു, നീ മാത്രം ഇങ്ങനെ കിടന്നു, അങ്ങനെ പറ്റില്ല, നിനക്ക് എത്രയും വലിയ ആളുകൾ വരെ ബലമുള്ളവർ വരെ താഴെ വീണു, പക്ഷെ നീ മാത്രം ഇങ്ങനെ. അതെ, ഒരു കാര്യം ഉണ്ടായി. ഞാൻ എന്ത് ചെയ്തെന്നറിയാം? ഞാൻ കയറ് പിടിക്കാൻ പോയില്ല, ഞാൻ കയർ എന്റെ മേത്തോട്ടങ്ങ് ചുറ്റി. അപ്പൊ കയർ എന്നെ പിടിച്ചേക്കായിരുന്നു. അപ്പൊ ഇതുപോലെ കർത്താവ് നമ്മളെ പിടിക്കണം, അല്ലാതെ നമ്മൾ തന്നെ തൂങ്ങിക്കിടന്ന്
നല്ലതായിട്ട് ജീവിച്ചിട്ട് ദൈവത്തിനെ അങ്ങ് പ്രസാദിപ്പിക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല കർത്താവിനെ ആസ്വദിക്കുമ്പോ നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരും. നമുക്കറിയാലോ, നമ്മൾ ആരുടെ കൂടെ കൂടുതൽ നാളെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, കൂടുതൽ നേരം നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പോലെ ആയി പോകും. ഇത് പറയുമ്പോ എനിക്ക് ഉടനെ ഓർമ്മ വരും എന്റെ ചെറുപ്പകാലം, 3ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം. നമ്മുടെ ലേഡീസ് ഗ്രൂപ്പിനൊക്കെ അറിയാതെ. അപ്പൊ നമുക്കൊരു ചിന്തയുണ്ട്. ചിന്തയല്ല, നമ്മളുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. ആരുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുമി നടക്കുന്നത്, അവരുടെ പോലെ നമ്മളും ആയിപ്പോകും. നമ്മൾ കർത്താവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ പോലെ ആയിപ്പോകും. അപ്പൊ അവൻ എങ്ങനെയുള്ളവരെന്ന് മനസ്സിലാക്കുകയും ആ പരിജ്ഞാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ അവന്റെ പോലെ ആയിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ആയി തീർന്നിട്ട് വേണം കർത്താവിനെ അംഗീകരിക്കാമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ബന്ധം ശരിയാവില്ല. അതുകൊണ്ടാണ് പലർക്കും സംശയത്തിൽ നിൽക്കുമ്പോൾ അവരുടെ ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് അവൻ പ്രസാദിക്കണം എന്ന് ഓർത്തിട്ട് ഇവിടെ കിടന്ന് വേവലാതിപ്പെടുക. അതുകൊണ്ട് അവർക്ക് ഈ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ക്രിസ്ത്യൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ സംശയം, അയ്യോ അവസാനത്തോളം അങ്ങ് നിലനിൽക്കാൻ ഒന്ന് നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് അപ്പുറത്ത് എത്തിക്കണേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ല കർത്താവ്. അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു. ഞാൻ ഇന്ന് വായിച്ച ഭാഗം ലൂക്കോസിന്റെ ആദ്യത്തെ അധ്യായങ്ങളാണ്. അതിൻ്റെ അകത്ത് അവൻ ന്യായപ്രമാണം എല്ലാം അനുസരിച്ച് മാതാപിതാക്കൾ ഇവന് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു എന്നുള്ള കാര്യം വായിച്ചു. അവൻ ന്യായപ്രമാണത്തിൽ വേണ്ടതെല്ലാം നിവർത്തിച്ച ശേഷം അവർ തിരിച്ചു പോയെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം മുതൽ, ശിശുവായിരുന്നപ്പം മുതൽ ന്യായപ്രമാണം എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം അവൻ നിവർത്തിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ അനുസരണമാണ് ഇപ്പൊ നമുക്ക് കണക്കിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് we just need to enjoy our life with the Lord. Hallelujah. യേശു നമുക്ക് ഒരു മധ്യസ്ഥനായിട്ട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കർത്താവ് എന്താ ചെയ്തത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഇവന് എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാവുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. എങ്ങനെ രക്ഷിക്കും? പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, അവന്റെ പ്രാപ്തി കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. 8:1-2 നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവരായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതെ, ഈ യാഗപീഠം, സത്യകൂടാരം എവിടെയുള്ള സത്യകൂടാരമാണ്? സ്വർഗത്തിലുള്ള സത്യകൂടാരമാണ്. അവിടെ എന്തുണ്ട്? യാഗപീഠമുണ്ട്, യാഗവസ്തുവും അവൻ തന്നെയാണ്, മഹാപുരോഹിതനും അവൻ തന്നെയാണ്. അവൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. എപ്പോഴൊക്കെ? എപ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കുന്നത്. ഇവിടെ മനുഷ്യനുണ്ടാക്കിയ സത്യകൂടാരമല്ല, ദൈവത്തിന്റെ സത്യകൂടാരത്തിൽ തന്നെ ഇരുന്നു കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, ഈ യാഗപീഠം കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ സമയത്ത് ഉണ്ടായതല്ല, അത് അതിനു മുമ്പേ ഉണ്ടായിരുന്നതാ. അവൻ യാഗവസ്തുവായി തീർന്നത് ആ സമയത്ത് മാത്രമല്ല, കാൽവരി ക്രൂശിൽ വന്ന് മരിച്ചപ്പോഴല്ല അവൻ
യാഗവസ്തുവായി തീർന്നത്? ദ മൊമെന്റ് ഹി ഡിസൈഡഡ്, ഞാൻ മനുഷ്യവർഗത്തിനു വേണ്ടി യാഗവസ്തുവായി തീരാം എന്ന് പിതാവുമായിട്ടൊരു ട്രീറ്റി അവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ഒരു നിയമം അവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, അപ്പം മുതൽ അവൻ അറക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് വേദോത്സവം പറയുന്നത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. അബ്രഹാം ഇസാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയ കാര്യം 11-ാം അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തില് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. 17-ാം വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? യാഗം അർപ്പിച്ചോ? യാഗം അർപ്പിച്ചോ? വചനം പറയുന്നത് യാഗം അർപ്പിച്ചു. അർപ്പിക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞത് കൊണ്ട് ദൈവം അവിടെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ he would have done it. So ദൈവം എന്താണ് നോക്കുന്നത്? ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ ഇസാക്കിനെ അവൻ യാഗം കഴിച്ചത് പോലെയാണ്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് നടന്നതുപോലെ ദൈവം കണക്കാക്കുന്നവരാണ്. എനിക്കറിയാം ചില സ്ത്രീകളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് 10 തരണമെന്നുണ്ട്, എന്തേലും തരണമെന്നുണ്ട്, പക്ഷെ ഭർത്താവ് ഒട്ടും സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, അത്രയുണ്ടല്ലോ, തന്നതുപോലെ ദൈവം കണക്കിട്ട് കഴിഞ്ഞു. നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്താ? അവർക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഭർത്താവ് തരുന്നില്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ദൈവം അത് എന്തായിട്ട് കണക്കാക്കി? തന്നതുപോലെ കണക്കാക്കി കഴിഞ്ഞു. See, God is looking at your heart. He is not looking at what you are doing. He is seeing your heart. Hallelujah. നമ്മുടെ ഹൃദയത്തെയാണ് അവൻ ചോദന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്താൽ അത് നടന്നതുപോലെ അവൻ കണക്കാക്കുകയാണ്. That is our God. കാരണം എന്താണെന്നറിയോ? ആത്മാവിൽ നടക്കുന്നതാണ് പിന്നീട് ഭൗതികത്തിൽ കാണുന്നത്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിൽ അവൻ അറുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ അവൻ കാൽവറിക്കുന്നിൽ വന്നപ്പോൾ മാത്രമേ നമുക്ക് മനുഷ്യർക്ക് അത് കാണാൻ പറ്റുള്ളൂ. ആത്മീയമാണ് ആദ്യം, പിന്നെയാണ് ഭൗതികം. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുമ്പോൾ, ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ അത് നടന്നതുപോലെയാണ്. ഹല്ലേലൂയ. അതാണ് പിന്നെ നമ്മൾ കാണത്തക്കോണ് വരുന്നത്. അപ്പൊ വിശ്വാസം ഏതൊരു സംഭവം, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കണമെങ്കിൽ ആദ്യം എവിടെ നടക്കണം? ആത്മാവിൽ നടക്കണം. അവിടെയാണ് ഉറപ്പ് വേണ്ടത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഭൗതികത്തിലും അത് കണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 17:15 ഒന്ന് വായിക്കാം. യോഹന്നാൻ 17:15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ആരാ കാക്കുന്നത്? പിതാവ്. ആരുടെ കയ്യിൽ നിന്നാണ് ദോഷം വരാൻ നോക്കണമെന്ന് പറയുന്നത്? ആരാ നോക്കേണ്ടത്? നമ്മൾ തന്നെ നന്നായിട്ട് ജീവിക്കുകയാണോ? അല്ല. പിന്നെയോ ദൈവം നമ്മളെ നമ്മുടെ ഹൃദയം അങ്ങനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ
ദൈവം അത് നിവർത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ആരാണ് ദോഷത്തിൽ നിന്ന് കാവൽ ചെയ്യുന്നത്? അപ്പൊ ആരുടെയാണ് പ്രവൃത്തി മുഴുവൻ? ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞേ? എന്റെ കയ്യിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ് ഇപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സാത്താൻ വിചാരിച്ചാലൊന്നും നമ്മളെ ഈ ബന്ധത്തിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റില്ല. കർത്താവ് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് ഈ ആടിനെ പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. Provided you know the truth. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഇത് സത്യമാണ്. എന്താ? നമുക്കുള്ളത് നിത്യജീവനാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല അത് നിലനിൽക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട് അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ധൈര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ധൈര്യത്തോടെയാണ് നേരിടുന്നത്. നമ്മൾ ആരുടെ കയ്യില ഇപ്പൊ? കർത്താവിന്റെ കയ്യില. അവൻ ആരാണ്? രാജാതി രാജാവും കർത്താതി കർത്താവുമായവന്റെ കയ്യിലാണ് നമ്മളെ അവൻ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് ആർക്ക് തട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റും? ആര് വിചാരിച്ചാൽ നടക്കും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശക്തി അപ്രമേയം അല്ലേ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം. ഒരു വാക്ക് പറഞ്ഞപ്പോൾ സൃഷ്ടി, ഈ കണ്ട യൂണിവേഴ്സ് എല്ലാം ഉളവായി വന്നതാണ്. That is the power of God. സൃഷ്ടികർത്താവായ ദൈവം. ഹല്ലേലൂയ. അതാണ് അവന്റെ പവർ. ഹല്ലേലൂയ. അവന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. You are in safe hands. Praise the Lord. Hallelujah. 1 പത്രോസ് 1:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പത്രോസ് 1:3 മുതൽ 5 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിത്യജീവൻ എന്നുള്ളതാണ് നമ്മുടെ അവകാശം. ആ നിത്യജീവൻ എങ്ങനെയുള്ളതാണ്? ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതായ അവകാശമാണ്. ഈ അവകാശം ക്ഷയിച്ചു പോകുന്നതല്ല, വാടിപ്പോകുന്നതല്ല, മലിനപ്പെട്ടു പോകുന്ന അവകാശമല്ല. ഇങ്ങനത്തെ ഒരു അവകാശത്തിനായിട്ടാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിനായിട്ട് ആരെ കാക്കുന്നത്? ദൈവശക്തിയാണ് നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നത്. Praise the Lord. Hallelujah. Hallelujah. മത്തായി 25:34 പറയുന്നത്, ലോക സ്ഥാപനം മുതൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ലോക സ്ഥാപനം മുതൽ ഒരുക്കി വെച്ച അവകാശമാണ് നമുക്ക് വേണ്ടി അവൻ വെച്ചിരിക്കുന്നത്. Praise the Lord. എബ്രായർ 10:14. എബ്രായർ 10:14. ഏകയാകത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. എത്ര നാളത്തേക്കാ? സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി കഴിഞ്ഞതാ. സോ ദാറ്റ് മീൻസ് നമ്മളെ അവൻ കാണുമ്പോൾ സൽഗുണപൂർത്തിയുള്ളവരായിട്ട് അവൻ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടെൻഷനെല്ലാം പോകും. നമ്മള് കർത്താവിന്റെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു ഭാരമേറിയ കാര്യമല്ല, അത് രസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 6:17 പറയുന്നത്, കർത്താവുമായി പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. He is a new creation. അവൻ പുതിയ സൃഷ്ടി
സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിങ്ങനെ എഴുതിയപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. ഹൈഡ്രജനും ഓക്സിജനും അല്ലെ രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ഒന്നാണ്. എന്നാൽ അത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ വെള്ളമാകുന്നു, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക്. പുതിയൊരു സൃഷ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ അവന്റെ ആത്മാവുമായി പറ്റിച്ചേർന്നിരിക്കുമ്പോൾ പുതിയ സൃഷ്ടിയാണ്, പഴയതല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ പഴയ സൃഷ്ടിയല്ല, നമ്മൾ പുതിയ സൃഷ്ടിയാണ്. സൽഗുണപൂർത്തിയുള്ള സൃഷ്ടിയായിട്ടാണ് കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധരായിട്ടാണ് അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റമില്ലാത്തവരായിട്ടാണ് അവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും നമ്മളെ തന്നെ അങ്ങനെ കാണാൻ തുടങ്ങണം. റോമർ 4:8 കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നമ്മുടെ പാപം ഒന്നും കണക്കിടാത്തത് കൊണ്ടാണ് നമ്മൾ സൽഗുണപൂർത്തിയുള്ളവരായിട്ട് ഇരിക്കുന്നത്. പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ കണക്കിടാറുണ്ടോ? ബീറ്റിങ്ങിനായിട്ടുള്ള വടിയാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത്, അതോ ഈറ്റിങ്ങിനുള്ളതാണോ? നമ്മള് കർത്താവ് പാപം കണക്കിടുന്നില്ലെങ്കിൽ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിടാൻ പാടില്ല. ഞാൻ എന്റെ വിചാരം എങ്ങനെയായിരുന്നു എന്നറിയാം. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് എന്റെ വിചാരമായിരുന്നു. ഞാൻ അങ്ങനെ പാപമൊന്നും കണക്കിടാത്ത ആളാണ്, അപ്പൊ ക്ഷമിക്കുന്ന ആളാ, മറക്കുന്ന ആളാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പൊ ഉണ്ട് ഒരു ദിവസം ഒരു സംസാരം വന്നു എന്റെ വായിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന ആള്, വേറെ ആളോട് പറയാൻ, ഇന്ന ആള് 3 പ്രാവശ്യം എൻ്റെ അടുത്ത് തീരുമാനങ്ങൾ ഓരോ കാര്യം തരാമെന്ന് പറഞ്ഞു, പക്ഷെ 3 തന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്താണ് അത് ഞാൻ പറയത്തില്ല, പക്ഷെ ഇത്രയും പറഞ്ഞു, 3 കാര്യം എനിക്ക് തരാന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടർ ഓഫ് ദാറ്റ് പേഴ്സൺ. ഞാൻ പറയുന്നത്, ഇയാള് വലിയ വലിയ തീരുമാനങ്ങളൊക്കെ പറയും, പക്ഷെ കീപ്പ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് കണക്കിട്ടതാണോ? ആണോ? 1ാമത്തെ കഴിഞ്ഞപ്പോ 2ാമത്തെ വന്നത്, അത് അപ്പൊ തന്നെ പോയിരുന്നെങ്കിൽ അടുത്തത് 1ആയേനെ. ഈ 2 പോയിരുന്നെങ്കിൽ 3ാമത്തേത് 1 തന്നെ ആയിരുന്നേനെ. ഈ 3 പോയിരുന്നെങ്കിൽ 1 ഉണ്ടാകയില്ലായിരുന്നു. ഇപ്പൊ കണക്കിട്ടില്ലേ? കണക്കിട്ടോ? അപ്പൊ നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ഇങ്ങനൊന്നും അല്ല എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇങ്ങനെ കണക്ക് വെച്ചോണ്ടേ ഇരിക്കാം. 1, 2, 3, 4, നല്ല അഡീഷൻ, ചിലപ്പോ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ വിചാരം എന്താണെന്നറിയോ? ദൈവവും ഇങ്ങനെ അന്നത്തെ അത് പിന്നെ അത് ഞാൻ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്. അബ്രഹാം എത്ര നാൾ വെയിറ്റ് ചെയ്തു? 25 വർഷം. അവിശ്വാസത്തിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, സംശയിക്കാതെ വീണ്ടും വീണ്ടും വിശ്വസിച്ചങ്ങോട്ട് ഇരുന്നപ്പോൾ കാര്യം നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താമസിക്കും തോറും ഗ്ലോറി കൂടി അല്ലേ? ദൈവത്തിന്റെ മഹിമ കൂടിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളും അതുപോലെ കാണാൻ തുടങ്ങണം. നമ്മുടെ ചിന്താഗതികളിലാണ് മാറ്റം വരേണ്ടത്. ദൈവത്തെ പോലെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കും ഇത് സാധ്യമായി തീരാം. ഹല്ലേലൂയ. അപ്പൊ ഈ കണക്കിടുന്ന പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കാം അല്ലേ? അപ്പൊ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവേ അതൊന്ന് വെളിപ്പെടുത്തി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഹോളി സ്പിരിറ്റ് ഇസ് അവർ ഹെൽപ്പർ, ഹി വിൽ റിമൈൻഡ് us ഇങ്ങനത്തെ കാര്യമൊക്കെ. അപ്പൊ കർത്താവിനോട് പറയാം, കർത്താവേ ഇതിപ്പോ തന്നെ കണക്കങ്ങ് തീർക്കാൻ പോവാം, തീർക്കാൻ പോവാം, എനിക്ക് അതിന് വേണ്ടുന്ന കൃപ തരണം. അപ്പൊ കൃപ കിട്ടി. ദൈവിക ശക്തിയാണ് കൃപ എന്ന് പറയുന്നത്. കൃപ കിട്ടി. അതുവരെ പറ്റിയില്ല, മാനുഷികമായ ലെവലിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. എന്നാൽ ദൈവിക ശക്തി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ക് മായ്ച്ചു കളയാൻ. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്.
കണക്ക് മായ്ച്ചു കളയാന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ദൈവം പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 2:1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്ക് പിതാവിന്റെ അടുക്കൽ ഇരുന്ന് അവൻ എന്ത് ചെയ്യുന്നു? ഈ കണക്കെല്ലാം മായ്ച്ചു കളയാനാണ് അവന്റെ പണി. ഹല്ലേലൂയ. ഹി ഈസ് ഡൂയിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി. അതുകൊണ്ടാണ് നമ്മുടെ കണക്കൊന്നും അവിടെ ഇല്ലാതിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി വേണ്ടേ? നന്ദി വേണ്ടേ? പേടിക്കും സംശയത്തിനും പകരം എന്താണ് ഉണ്ടാകേണ്ടത്? നന്ദി, വിശ്വാസം. ഹല്ലേലൂയ. 1 Corinthians 15:22. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും എന്ത് ജീവന കിട്ടിയത്? നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 18, 19. 2:18, 19. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാവുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആവുന്നെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാക്കേണ്ടതല്ലോ. നമ്മുടെ ഇടയിൽ നിന്നാണ് എന്ത് പുറപ്പെട്ടത്? എതിർ ക്രിസ്തുക്കൾ പുറപ്പെട്ടത്. ക്രിസ്തുവിന് വിരോധമായിട്ടുള്ള ആളുകൾ ഇപ്പൊ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പൊ അവർ നമുക്കുള്ളവരല്ല, അവർ എതിർ ക്രിസ്തുക്കളാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ ആദ്യം തന്നെ നമുക്കുള്ളവർ അല്ലായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന്. ആദ്യം മുതലേ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയെ. മനസ്സിലായോ? നമ്മള് നഷ്ടപ്പെടുകയല്ല, നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുകയല്ല. അവർ ആദ്യം മുതലേ വിശ്വാസത്തിൽ ശരിയായിട്ടല്ല നിന്നത്. അതുകൊണ്ടാണ് അവർ ക്രിസ്തുവിന് വിരോധമായിട്ട് ആയിപ്പോയത്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരാളുടെ പേര് പറയാമോ? ആരാ? യൂദ. വേറൊരാളാണ്. അവിടെ അത് തന്നെ പറഞ്ഞ യൂദ. വേറൊരാള് അനന്യാസ്. അനന്യാസ് സഫീറ. പിന്നെ വിശ്വസിച്ചു, സ്നാനമെടുത്തു. ശമര്യ ജാതിയെ മുഴുവൻ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ. ഇപ്പോഴും ഒന്ന് ഭ്രമിപ്പിക്കണം എന്ന് ഓർത്തു. വളരെ മോശം. ആരോ ഇത് നിങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ നിർത്തത്തുള്ളൂ. ആരാണ്? ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഇനിയെങ്കിലും പേര് പറ. അയ്യോ, ശീമോൻ. എന്താ സംശയം? ശീമോൻ അവൻ എന്ത് ചെയ്തു? നേരത്തെ ആഭിചാര ശക്തികളുടെ കീഴിലായിരുന്നു. ഇപ്പോ ഇവരുടെ കൈയാൽ അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോ അവന് മറ്റേത് ബാക്കിയുള്ളവരെയൊക്കെ ഭ്രമിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇവരിങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവൻ ഭ്രമിച്ചു. ഭ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്വസിച്ചു, സ്നാനം എടുത്തു എന്നൊക്കെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും നല്ല വിശ്വാസികളാണെന്ന് വിചാരിക്കണ്ട. എതിർ ക്രിസ്തുക്കളും കൂട്ടത്തിലുണ്ടാവും. അത് നമ്മളാകാതിരിക്കാൻ നോക്കിയാൽ മതി.
മനസ്സിലായോ? നമ്മുടെ വിശ്വാസം കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ശരിക്കും വിശ്വസിച്ച് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമുക്കുള്ളവരായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെ? ആദ്യം മുതൽ അവസാനം വരെയും നമ്മുടെ കൂടെ നിന്നേനെ. അതാ ഇവിടെ യോഹന്നാൻ പറയുന്നത്. അപ്പൊ ഏത് ക്രിസ്തുക്കൾക്ക് അവസാനം വരെ നിൽക്കാൻ പറ്റില്ല, അവരിടയ്ക്ക് അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ സൂക്ഷിക്കേണ്ടത്? നമ്മുടെ പ്രവൃത്തിയല്ല നോക്കേണ്ടത്. നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ രക്ഷയ്ക്ക് ആധാരം അവൻ മാത്രമാണെന്ന് അറിഞ്ഞ് നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കാം. നന്ദിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു സൈൻ. നമുക്ക് കിട്ടിയ ആ നിത്യജീവനെ കുറിച്ചുള്ള വില അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം നന്ദിയും വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വാസം ശരിയായിട്ടില്ല. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അവിടെയാണ് നമ്മുടെ ജയം കിടക്കുന്നത്. എവിടെ? നമ്മുടെ നന്ദിയിൽ, നമ്മുടെ സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. അതാണ് വചനം പറയുന്നത്. ആത്മാവിൽ എരിവുള്ളവരായിട്ടിരിപ്പീൻ, അല്ലേ? സ്നേഹത്തിൽ വർധനവുള്ളവരായിട്ടിരിക്കണം. കാരണം നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് സ്നേഹം കൂടും കർത്താവിനോട്. എന്താ കാര്യം? പക്ഷപാതം കുറെ അധികം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദൈവം ഇല്ലാത്ത ആളുകള് കുറെ കഴിയുമ്പോൾ, പ്രായമാകുമ്പോൾ അവർക്ക് മുരടത്തരവും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണാറില്ലേ? പ്രായമാകും തോറും ദൈവമില്ലാത്ത ആളുകൾ കൂടുതൽ പ്രശ്നമാണെന്ന് കാണാറില്ലേ? എന്താ റിമോസ മെയിൻലി അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവർക്ക് തന്നെ അങ്ങ് ദേഷ്യം വരിക, അവരോടും ചുറ്റിനുള്ളവരോടും. ഇതാ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സ്വഭാവം ആകെ മാറിപ്പോകുന്നത്. എന്നാൽ കർത്താവുള്ള ആളുകളുടെ അന്തം എന്തായിരിക്കും? എങ്ങനെ ഇരിക്കും? അവരപ്പോഴും നല്ല സ്വീറ്റ് ആയിരിക്കും, അല്ലേ? എന്താ കാര്യം? നമുക്ക് നന്ദിയുണ്ട്. കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇത്രത്തോളം പക്ഷപാതം ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ കർത്താവിനോട് കൂടുതൽ നന്ദിയാ വരുന്നത്, സ്തോത്രമാകുന്നത്, അല്ലേ? അപ്പൊ കർത്താവാണ് നമ്മളെ വീഴാതെ നോക്കുന്നത്. അവന്റെ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തും, അല്ലെ? എങ്ങനെ? വീഴാതെ കൊണ്ട് നമ്മളെ സൂക്ഷിച്ച് ആനന്ദത്തോടെ അവന്റെ സന്നിധിയിൽ നിർത്തും. അതാണ് അവന്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ ചെല്ലുമ്പോ അയ്യോ അവന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ പേടിച്ചു പറിച്ചിട്ടൊന്നും അല്ല നിൽക്കുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ നിൽക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മള് അയ്യോ ന്യായാസനം വരുന്നു ദൈവത്തിന്റെ, അയ്യോ ഇവിടെ എന്തായിരിക്കും, എന്തൊക്കെയാ അതിനെ പറ്റി പറയാൻ പോകുന്നതാവോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മള് വിഷമിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് അങ്ങനല്ല. നമ്മൾ നല്ല ധൈര്യത്തോടു കൂടിയാണ് ന്യായസ്ഥാനത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കർത്താവിനെ വേറെ ആളുകൾക്കും അറിയിച്ചു കൊടുക്കും, മിണ്ടാതിരിക്കില്ല, അല്ലേ? നന്ദി ഇല്ലാത്തവര് അവരവർക്ക് തന്നെ വെച്ചോണ്ടിരിക്കും. ഞാനൊക്കെ ഇങ്ങനെ രക്ഷപ്പെടണം. കഴിഞ്ഞ ദിവസം ഒരു ജോക്ക് കേട്ടില്ലേ? ഒരു സ്ത്രീ സ്വർഗത്തിലെത്തി. അപ്പൊ കർത്താവ് അവളോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു വാക്ക് സ്പെൽ ചെയ്യാം. പീറ്റർ അവിടെ ഇരിക്കുകയാണ് ചെയറിട്ട്, അപ്പൊ കാവലിനായിട്ട്. ഈ സ്ത്രീയോട് പറഞ്ഞു, നീ ഏതെങ്കിലും ഒരു വാക്ക് സ്പെല്ലിംഗ് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു LOV, ലവ് എന്ന് പറഞ്ഞു. ഇല്ല, ഏതെങ്കിലും ഒരു വാക്കെന്ന് പറഞ്ഞേ. അപ്പൊ ഇവള് പറഞ്ഞു LOVE, ലവ് എന്ന് പറഞ്ഞു. ഓ എന്നാ വാ കയറി അകത്തിരിക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവള് സ്വർഗത്തില് കയറി. അപ്പൊ പീറ്ററിന് പെട്ടെന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ പീറ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ കസറിൽ കുറച്ചു നേരം ഇരിക്കെന്ന് പറഞ്ഞു. ഞാൻ വരുന്നവരെ നീ ഒന്ന് ഇരിക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ഇവളുടെ എക്സ് ഹസ്ബൻഡ് വരുന്നു. അയാൾ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞു, ഓ നീ ഇവിടെ എത്തിയോ എന്ന്. ഞാനിങ്ങനെ ഒരു ആക്സിഡന്റിന് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തിയതാ എന്ന് പറഞ്ഞു. അപ്പൊ നീ ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ചോദിച്ചു, ഏത് വാക്കാ?
ചെക്കോസ്ലോവാക്യ. ഇവളോട് പറഞ്ഞെന്താ? പീറ്റർ ഏതെങ്കിലും ഒരു വാക്ക്. ഇപ്പൊ LOV ലവ് ആണ് പറഞ്ഞ് ഇവിടെ കയറി ഇരുന്നത്, പക്ഷെ അവള് തന്നെ തെരഞ്ഞെടുത്ത വാക്കാണ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞപ്പോ ഏതാ വാക്ക് പറയേണ്ടത്? അപ്പൊ അയാള് അകത്ത് കയറിയോ പുറത്തു പോയോ? നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത എന്താന്നറിയാം, നമുക്കങ്ങ് കേറണം, പക്ഷെ വേറെ ആരും അകത്തോട്ട്. എന്നാൽ ശരിക്കും നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാ നമ്മുടെ ദൈവം, നല്ല ദൈവമാണ്, എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൂടെ ക്ഷണിക്കും, അല്ലേ? അത് നമ്മുടെ നന്ദിയുടെ ഒരു ലക്ഷണമാണ്. That is what God wants us from us. നന്ദിയും സ്തോത്രവും നമ്മുടെ വായിൽ നിന്ന് കവിയുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ബ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ബ്ലസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ഐ ബ്ലസ് യു ലോർഡ്, ഐ ബ്ലസ് യു ലോർഡ് എന്ന് പറയല്ല, നമുക്ക് ചെയ്തു തന്നതിനെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. അതാണ് അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.